ഡിവൈഎസ്പിയും അതുപോലെ തന്നെ സിഐയും അവരൊക്കെ വന്ന് വേണ്ട നിയമ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയെ നടുക്കിയ വലിയ ഒരു മോഷണ ശ്രമമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി 10:45 കൂടെയാണ് ആക്രമണം നടന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണ ടൗണിലെ ദർശൻ ഗോൾഡ് ഉടമ സുരേഷാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിലുള്ള മോഷണ ശ്രമങ്ങൾ പെരിന്തൽമണ്ണയിൽ നടന്നിരുന്നു. പെരിന്തൽമണ്ണയിൽ വീണ്ടും സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും സ്വർണം തട്ടിയെടുക്കാൻ ശ്രമം. ചൊവ്വാഴ്ച രാത്രി 10:45 കൂടെയാണ് ദർശൻ ഗോൾഡ് ഉടമ സുരേഷ് സൂര്യവംശിക്ക് നേരെ മുളക് പൊടിയെറിഞ്ഞ ആക്രമണമുണ്ടായത്. പിന്നെ ഞാൻ ഇവിടുന്ന് കടയടിച്ച് പോകുമ്പോൾ ഒരു 10:40 ആയിട്ടുണ്ടാവും സമയം. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവാണ്. വീടിൻ്റെ അവിടേക്ക് പോയി വരുമ്പോൾ ഏകദേശം നല്ലൊരു സ്പീഡിലൊരു സ്കൂട്ടി പിന്നെ എൻ്റെ സ്കൂട്ടീൻ്റെ മുകളിലേക്ക് ഇടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒറ്റ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി നിർത്തി. അപ്പോൾ തന്നെ അവർ മുളക് പൊടിയിട്ട് എൻ്റെ കണ്ണിൽ ഇട്ടു. കണ്ണിൽ ഇട്ടോട്ട് പിന്നെ അവർ 2-3 ആളുണ്ടായിരുന്നു. 3 ആൾ എൻ്റെ മേലേക്ക് പിന്നെ വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ഞാനത് വണ്ടി എൻ്റെ സ്കൂട്ടി അവിടെ തന്നെ ഇട്ട് പിന്നെ അവിടുന്ന് ഓടി പിന്നെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അയലോക്കറെ വന്ന് പിന്നെ നേരെ അങ്ങോട്ട് ആസ്പത്രിക്ക് ഞാൻ പോയി ചെയ്തു. പിന്നെ ഞാൻ പിന്നെ ഒച്ചപ്പാടം ഉണ്ടാക്കിയോടുകൂടി ഞാൻ അപ്പുറത്തെ വീട്ടിലങ്ങോട്ട് കയറി നോക്കുമ്പോൾ പിന്നെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ നോക്കുമ്പോൾ ആ വണ്ടി എൻ്റെ കാണാനില്ല. വണ്ടിയിൽ എൻ്റെ സെൽഫിൻ്റെ എൻ്റെ ഷോപ്പിലെ സെൽഫിൻ്റെ താക്കോൽ അതിലുണ്ടായിരുന്നു. അത് ഡിക്കിയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതും പോയി, എൻ്റെ വണ്ടിയും പോയി. ഇപ്പോൾ അതിനൊരു പോലീസിനൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ട നടപടി പോലീസുകാരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു ഉഷാറായിട്ട് പോലീസുകാരൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എൻ്റെ ശരിക്കും എൻ്റെ ജീവൻ കിട്ടിയതിന് എൻ്റെ ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. പെരിന്തൽമണ്ണ ഐഷ കോംപ്ലക്സിന് സമീപത്തുള്ള റോഡരികിലൂടെ ബൈക്കിൽ തന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബൈക്കിലെത്തിയ മുഖംമൂടി ധരിച്ച 3-അംഗ സംഘം മുളക് പൊടിയെറിഞ്ഞ് കവർച്ചാശ്രമം നടത്തിയത്. പോലീസ് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യാപാരികൾ ജാഗ്രത പുലർത്തണമെന്നും പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു പറഞ്ഞു. ഇന്നലെ രാത്രി വളരെ നിർഭാഗ്യകരമായ 6 മാസം മുമ്പുണ്ടായ അതേമാതിരിയുള്ളൊരു ചരിത്രം വീണ്ടും പെരിന്തൽമണ്ണയിൽ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ വ്യാപാരിയുടെ ഭാഗ്യം കൊണ്ട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷും ഗോൾഡൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ അതേ പ്രതികളുടെ ഗൂഢാലോചന തന്നെയാണോ എന്ന് സംശയിക്കുകയാണ്. കാരണം ഇതിൻ്റെ പിന്നിലൊരു വലിയ റോക്കറ്റ് ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചു പോകുമ്പോൾ വ്യാപാരികളെ പ്രത്യേകിച്ചും സ്വർണ്ണ കച്ചവടക്കാരെ ശ്രദ്ധിക്കാനായിട്ടൊരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉടനെ തന്നെ വന്ന് അതിന് വേണ്ട നിർദ്ദേശങ്ങളും വ്യാപാരികൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും വ്യാപാരികൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഗോൾഡ് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളൊക്കെ തന്നെ വളരെ വൈകി ഒറ്റയ്ക്ക് 2 വീലറിൽ ഒരിക്കലും സഞ്ചരിക്കാതിരിക്കുക. അതാണ് ഏറ്റവും അഭികാമ്യം. നമ്മുടെ പിന്നെ പണം മാത്രമല്ല ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്രിമിനലുകളാണ് ഇന്ന് രംഗത്തുള്ളത്. ഏതായാലും ഞങ്ങളുടെ ഒരു മെമ്പറാണ് പ്രകാശൻ സുരേഷ്. വളരെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതെ വാഹനം മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹം വാഹനം അവിടെ ഇട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടി കയറിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവനടക്കം രക്ഷപ്പെട്ടത്. ഏതായാലും ഇതിലുള്ള ഉത്കണ്ഠ മർച്ചന്റ് അസോസിയേഷൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വ്യാപാരികൾക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇനിയെങ്കിലും എല്ലാ വ്യാപാരികളും കടകടച്ചു പോകുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഡിവൈഎസ്പിയും അതുപോലെ തന്നെ സിഐയും അവരൊക്കെ വന്ന് വേണ്ട നിയമ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റവാളികളെ ഉടനെ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി CPM ഇക്ബാൽ, യൂത്ത് വിംഗ് സെക്രട്ടറി ഖാജ മുഹിയുദ്ദീൻ എന്നിവർ സന്ദർശിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.